പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം തന്നെയായിരുന്നു എം ടിയുടേത്. വളരെ വൈജ്ഞാനികവുമായിരുന്നു. ഞാൻ ആ പ്രസംഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഏതു തരത്തിലാണ്, ഏതു സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് എന്നത് ഡീകോഡ് ചെയ്യാനായി ശ്രമിക്കുമായിരുന്നു. കുറച്ച് സമയമേ കിട്ടിയുള്ളെങ്കിൽ പോലും ഞാൻ ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ വെർബാറ്റവും ഇന്നിപ്പോൾ മറ്റൊരു ഓൺലൈൻ മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിരുന്നു. അതിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഈ അധികാരം ദുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ലോർഡ് ആക്ടനാണ്. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണ്. അതിൻ്റെ മറ്റൊരു ഒരു നിർവചനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ എം ടി വാസുദേവൻ നായർ നൽകിയത്. മനോഹരമായൊരു നിർവചനമാണ്. എന്താണ് അധികാരം? അധികാരം എന്ന് ചോദിച്ചാൽ അത് ആധിപത്യമാകാൻ സാധ്യതയുള്ള ഒന്നാണ്, സമഗ്രാധിപത്യമാകാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അധികാരം എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ, അതൊരു രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടത്തെ എപ്പോഴും ഒരു സമൂഹമായി, ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഒരു അവസരമായിരിക്കണം എന്നുള്ളതാണ്. സാധാരണ ജനസേവനത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയായി, ഒരു അവസരമായി ഇതിനെ കാണുന്നതാണ് അധികാരം. പക്ഷെ പലപ്പോഴും അധികാരത്തെ നമ്മൾ കാണുന്നത് ജനസേവനത്തിന് ഉപാധിയായിട്ടല്ല, അത് സമഗ്രാധിപത്യത്തിനുള്ള ഒരു വഴിയായിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ലോർഡ് ആക്ടൻ പറയുന്നത് പോലെ. തീർച്ചയായും പിണറായിയോടാണ് ഇത് പറയുന്നത്. എന്ന് വച്ചാൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിനെയോ എം ടിയോ നരേന്ദ്രമോദിയോ വിമർശിക്കുക എന്നുള്ളത് അല്ല ഇന്ന് എം ടിയുടെ ലക്ഷ്യം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് വേദി. പിണറായി വിജയൻ ഉണ്ട് താനും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റായി ഈ സർക്കാർ മാറി എന്ന ധ്വനിയല്ല ഞാൻ ആ വായനയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പകരം ഒരു ആദർശവൽകൃതമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അകന്നു പോകുന്നത്, ഏതൊക്കെ തരത്തിലാണ് അതിന് അപജയം സംഭവിക്കുന്നത്, അതിനാണ് അദ്ദേഹം വിൽഹം റേഹിനെ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ദ മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകം എഴുതിയ ആളാണ്. സൈക്കോ അനാലിസിസും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 1929കളിൽ തന്നെ ഓസ്ട്രിയയിൽ പഠനങ്ങൾ നടത്തുകയും സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. താനൊരു മാക്സിയനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടയാളാണ് ഈ വില്യം റേയ്. പക്ഷേ അവസാനമാകുമ്പോഴേക്കും എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കാൻ പോകുന്നത്? അതിന് വില്യം റേയ് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കാൻ പോകുമ്പോഴെല്ലാം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ആരുടെ കുഴപ്പമാണ് എന്നാണ്? സാറിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കുഴപ്പമാണ്, സാർ ചക്രവർത്തിയാണ് കുഴപ്പം, അവർ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കൂട്ടി വായിക്കണം നമ്മൾ. എല്ലാം കേന്ദ്രത്തിൻ്റെ പ്രശ്നമാണ്, എല്ലാം നരേന്ദ്രമോദിയുടെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ സമർത്ഥിച്ചൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് വില്യം റേയ് പറയുന്നത് പോലെ എങ്ങനെയാണോ സാറിസ്റ്റ് ഭരണകൂടത്തെ ചൂണ്ടിക്കാട്ടി ഈ സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കാൻ പോകുന്ന സമയത്ത് അതിനെ വാഴ്ത്തുപാട്ടുമായിട്ട് അന്നത്തെ ഭരണാധികാരികൾ, സ്റ്റാലിനിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ വന്നത്, സമാനമായ അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് പിണറായി സർക്കാർ അടുത്ത കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ വളരെ ക്രിയാത്മകമായി രാഷ്ട്രീയമായി വിമർശിക്കുകയായിരുന്നു എം ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എം ടി. വ്യവസായം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെൻറ്റിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അപജയത്തിൻ്റെ തുടക്കം കുറിക്കുന്നു എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് വില്യം റേയ് ആണ്. കാരണം മാനേജീരിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ബേൺഹാമിൻ്റെയൊക്കെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ക്ലാസ് എങ്ങനെയാണ് ഉയർന്നു വരുന്നത്, ഒരു മാനേജീരിയൽ ക്ലാസ് ഉയർന്നു വരുന്നു, അവർ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയത്തിന് മേൽ അധികാരം പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സമാനമാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തെ ഇന്നിപ്പോൾ ഭരിക്കാൻ പോകുമ്പോൾ കിഫ്ബിയെക്കുറിച്ച് ഞാൻ കിഫ്ബിയെ സ്വാഗതം ചെയ്ത ഒരാളാണ്, അതിൻ്റെ രാഷ്ട്രീയമായി. പക്ഷേ സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ കിഫ്ബി അപകടകരമായ ഒരു ആശയമായി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ. അതൊരു ടെക്നോക്രാറ്റുകളുടെ, മാനേജീരിയൽ ബോഡികളുടെ ഒരു പ്രസ്ഥാനമായി പരിണമിക്കുകയാണെങ്കിൽ അത് അപകടകരമായ ഒന്നാണ്. അങ്ങനെ മാനേജീരിയലായ, ടെക്നോക്രാറ്റിക്കായ ഒരു സൊസൈറ്റിയായി പരിണമിക്കുന്നത് അപജയത്തിൻ്റെ തുടക്കമാണ് എന്ന് പറയുന്നതിനെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് നിർവചിക്കാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേതാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഴ്ത്തുപാട്ടുകളെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്. ഈ ജനാവലിയെക്കുറിച്ച് പറയുന്നത്, ആൾക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നത് എം ടി. ആൾക്കൂട്ടത്തെക്കുറിച്ച് ആനന്ദ് പറയുന്നത് എങ്ങനെയാണ്? താൽക്കാലിക മനുഷ്യരെന്നാണ്, ടെമ്പററി പീപ്പിൾ. അവർ ഒരു മിൽമ ബൂത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ്. പെട്ടെന്ന് അവൻ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കും, ഉടൻ തന്നെ ആ വിപ്ലവത്തെ റദ്ദു ചെയ്യുന്ന യാഥാസ്ഥിതിക ബോധത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. ഒരു തീവണ്ടി യാത്രക്കാരനെ പോലെയാണ് ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തെ നിങ്ങളൊരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ ആൾക്കൂട്ടത്തിനൊരു കുഴപ്പമുണ്ട്. ആ ആൾക്കൂട്ടം എപ്പോൾ വേണമെങ്കിലും നേതാവിൻ്റെ പടയണിപ്പാട്ടുകൾ പാടുന്ന പടയാളികളാവാം, വാഴ്ത്തുപാട്ടുകളായി മാറാം. ആരെപ്പോലെ? ഇ പി ജയരാജനെ പോലെ. ഇ പി ജയരാജൻ അതുകൊണ്ടാണ് വീരാരാധനയെക്കുറിച്ച് പറയുന്നത്. ജനാധിപത്യത്തിലോ കമ്മ്യൂണിസത്തിലോ അങ്ങനൊരു ആശയമേ ഇല്ല.
വീരാരാധന എന്നുള്ളത് വടക്കൻ പാട്ടുകളിൽ നമ്മൾ കാണുന്ന ഫ്യൂഡലിസ്റ്റ് ആശയങ്ങളുടെ തുടർച്ചയാണ്. അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് പറയാൻ കഴിയുക എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അതും എം ടി, അത് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഉദാഹരണം, പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പോലും ഇ പിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പ്രത്യേകത. എം ടി പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളിടത്താണ്. അതാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തെ എം ടി വിശേഷിപ്പിക്കുന്നതും അതാണ്. മനോഹരമായ ഫ്രേസിംഗ് ആണ് ഉണ്ണി ബാലകൃഷ്ണൻ. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിരന്തരം നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, ബഹുജന വർഗ സംഘടനകളിലൂടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളെ ആത്മവിമർശനത്തിനുള്ള വേദികളാക്കി മാറ്റിക്കൊണ്ടേ അത് സാധ്യമാകും. അതിൻ്റെ കൂടെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്, എങ്ങനെയാണോ EMS മലയാളികളുടെ മാതൃഭൂമിയെ കെട്ടിപ്പടുത്തത്, ആ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ, ഏതാൾക്കൂട്ടമാണ് 1957 ഉണ്ടായിരുന്നത്? ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയക്കഞ്ഞി കുടിപ്പിക്കും എന്ന് വിളിച്ചു നടന്നിരുന്നൊരു സമൂഹത്തെ ലാൽസലാമിലൂടെ, മുദ്രാവാക്യങ്ങളിലൂടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ, സാമ്പത്തികമായിട്ടുള്ള ഏകീകരണ പ്രവർത്തനങ്ങളിലൂടെ, അതേസമയം തന്നെ ലാൻഡ് റിഫോംസിലൂടെ ഒക്കെ കൊണ്ടുവരാൻ ഈ EMS കാണിച്ച ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ളൊരു സമൂഹമാക്കി ഒരാൾക്കൂട്ടത്തെ പരിവർത്തനപ്പെടുത്തലായിരുന്നു. പക്ഷേ അതിന് മിനിമം വേണ്ടുന്നത് എന്താണ്? ജനങ്ങളോടുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വിനിമയത്തിനുള്ള വഴി തുറന്നിടലാണ്. തെറ്റുപറ്റിയാൽ സമ്മതിക്കലാണ്. ആ തെറ്റുപറ്റുന്നത് സമ്മതിക്കുന്നത് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. എം എൻ വിജയൻ മാഷായിരുന്നല്ലോ ഇതിനു മുമ്പ് വളരെ ക്രിയാത്മകമായി, സർഗാത്മകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. എന്താണ് അന്നെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എം എൻ വിജയൻ മാഷിനോട് ചെയ്തത്? ഒരു അധ്യാപകൻ മരിച്ചു എന്ന വാക്കിൽ ഒതുക്കുകയല്ലേ ചെയ്തത് എം എൻ വിജയൻ മാഷിനോട്? അവർ നല്ല അധ്യാപകനായിരുന്നു എന്നൊരു വാക്കിൽ ഒതുക്കുകയാണ്. അതിനപ്പുറത്തേക്കാണ് എം എൻ വിജയൻ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല. എങ്ങനെയാണോ പശുവിൻ്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിരിക്കുന്നത്, അതുപോലെയാണ് ഇത് നിങ്ങളെ ബാധിക്കുക. കഴുത്തിങ്ങനെ കുറുകും, ഇങ്ങനെ ചുറ്റി വന്ന് കഴുത്ത് മുറുകുന്നത് വരെ നിങ്ങളൊരു തടവിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവില്ല. അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ചരിത്രപരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഒരു ചരിത്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവസാനിപ്പിക്കുന്നതും ഈ ചരിത്രത്തിൽ നേതാക്കന്മാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിമിത്തമായിട്ടല്ല അവരുണ്ടാവേണ്ടത്. ഒരു ചരിത്രപരമായ ഒരു അവശ്യ കഥയായി ഒരു നേതാവ് മാറുന്നത് എങ്ങനെയാണ് എന്നാണ് എം ടി പറയുന്നത്. ആ അർത്ഥത്തിൽ ഞാൻ അല്പം ദീർഘിപ്പിച്ചെന്നറിയാം. എം ടിയുടെ പ്രസംഗത്തെ ഡീകോഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ഘട്ടങ്ങളിലും അത് പിണറായി സർക്കാരിനോടുള്ള ക്രിയാത്മകമായ, സർഗാത്മകമായ ഒരു രാഷ്ട്രീയ വിമർശനമാണെന്നാണ് എൻ്റെ പക്ഷം. Meet the editors.